ഇതുപോലെ ഉരുളക്കിഴങ്ങ് നന്നായി പെർഫെക്റ്റായിട്ട് പുഴുങ്ങി കിട്ടാനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് കൊടുക്കുക. തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, അടച്ച് വെയിറ്റ് ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. ഫസ്റ്റ് വിസിൽ വരുമ്പോൾ നമ്മൾ സിമ്മിൽ വയ്ക്കുക. ഒരു വിസിൽ മതി കേട്ടോ. കഴിയുമ്പോൾ സിമ്മിലിടുക. പിന്നെ കൃത്യം 7 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ മൊത്തം പോയി കഴിഞ്ഞിട്ട് അത് തുറക്കുക. നമ്മൾ പ്രഷർ കളയണ്ട, തനിയായിരുന്ന് പ്രഷർ പോയി കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെവല് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും വേഗം വെന്ത് കിട്ടും. ഇത് ഏറ്റവും വലിയ 2 ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ കൃത്യം 7 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചു. ഇനി നന്നായി തണുത്തതിന് ശേഷം തൊലി കളഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ തൊലിയിൽ ആ മാംസം അതിൻ്റെ ഒട്ടിപ്പിടിച്ചത്. ഇപ്പോൾ നന്നായി തണുത്ത് കഴിഞ്ഞു. തണുത്തതിന് ശേഷം നമുക്ക് തൊലി കളയുമ്പോൾ തൊലി മാത്രമേ ഇങ്ങോട്ട് പോരുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ആലുപൂരി ഉണ്ടാക്കാനും ആലു പൊറോട്ട ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കുക. നന്നായിട്ട് കിട്ടും. നല്ല തണുത്തതിന് ശേഷം പൊളിച്ചാലാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.